കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എടി ബേക്കറിക്കാരി, നിനക്ക് എന്നെ വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ വേണ്ടടി. ബേക്കറിക്കാരി, 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 ബേക്കറിക്കാരി. ഇത്രയും പറഞ്ഞപ്പോ മനസ്സിനൊരു സമാധാനമുണ്ട്. എടി ബേക്കറിക്കാരി, 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 എടി ബേക്കറിക്കാരി, ബേക്കറിക്കാരി, ബേക്കറിക്കാരി. നീ വരുമല്ലോടി. നീ വരുന്നോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? മോനെ മോനെ മോനെ, ഒരു കാര്യം ചെയ്യ്, നീ പോയി ഒരു കസേര എടുത്തുണ്ടോ? വാ എഴുന്നേക്ക്, നമ്മുടെ വീടാ. വാ ബേക്കറിക്കാരി അവിടെ അവിടെ വിളി. കസേര കൊണ്ടുപോ. ആ ബേക്കറിക്കാരി അവിടെ അവിടെ വിളിച്ചോ. ഇനി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുണ്ടോ മോനെ? ആ ബേക്കറിക്കാരിനെ വിളിച്ചു. വിളിക്കാം വിളിക്കാം. മോളെ ഇവിടെ ഉണ്ടായിരുന്നോ? മോളെ വാ. ബേക്കറിക്കാരി ഒരു കാര്യം ചെയ്യും, ഡീക്കയുടെ പോക്കറ്റ് പേഴ്സ് വല്ലതും ഉണ്ടോ നോക്കിയേ. എന്നെ കൊണ്ടൊന്നും വയ്യ, വരുമാനല്ലേ, തനിയങ്ങ് ചെയ്താ മതി. കോള് വരുമ്പോ എടുക്കണം. കോള് വരും, അതൊക്കെ ഓർമ്മയുണ്ട്. വെള്ളം എടുക്കാൻ പോയാലോ? ഇവിടെ പോയി. ബേക്കറിക്കാരി നിപ്പ് കണ്ടില്ലേ? ഇങ്ങ് കൊണ്ടുവാ. തല വഴി വെള്ളം ഒഴിച്ചാലേ ശരിയാവത്തുള്ളൂ. അല്ല സുധേട്ടാ, ഡ്രസ്സൊക്കെ നനയുമല്ലോ. അന്ന് ഉത്സവത്തിന് വന്നപ്പോ വച്ചിട്ട് പോയ 2 ജോഡി ഡ്രസ് അലമാരി ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കൊടുക്ക്. ആഹാ, ഒരു ബക്കറ്റും കൂടെ എടുത്തോണ്ടാ നീ. ഞാൻ കുളിച്ചാണ്. ഏതെങ്കിലും പോയി കുളിച്ചിട്ട് വന്നിരിക്കുന്നു. കേട്ടിറങ്ങണ്ട അങ്ങോട്ട്. കുളിപ്പിക്കുകയാണ്. നല്ലവണ്ണം തണുക്കട്ടെ. കൊണ്ടുവാ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഉള്ളിൽ നല്ല സങ്കടം കാണുമെന്ന്. അല്ലെങ്കിൽ ഈ ഒരു കോലത്തിൽ ഇവിടെ വരത്തില്ല. എന്തായാലും വെള്ളം ഒഴിച്ച് ഫിറ്റങ്ങ് മാറ്റിയെടുക്കാം. അല്ല അമരാവതിയിൽ അറിയിക്കണ്ടേ? അറിയിക്കാം, ആദ്യം ബോധം ഒന്ന് വീഴട്ടെ. എടി, നീ എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ ഭർത്താവല്ലേ, നിനക്ക് കുളിപ്പിച്ച എന്താ കുഴപ്പം? എന്നെ കൊണ്ട് പറ്റത്തില്ല. വേണ്ട വേണ്ട, ആരും തർക്കിക്കണ്ട, ഞാൻ തന്നെ ചെയ്തോളാം. ഇത് കൂടെ ഞാൻ തോർത്തിങ്ങെടുത്ത്. എന്തുവാടി ചിരിക്കുന്നേ? അല്ല, അച്ഛന്റെ ഒരു ഭാഗ്യേ. മരുമകൻ ദൈവമാണെന്നല്ലേ പറഞ്ഞു നടക്കുന്നേ? ഇപ്പൊ ദൈവത്തിനെ കുളിപ്പിക്കാനുള്ള അവസരം കിട്ടിയല്ലോ. അടി വെച്ചെന്നാലുണ്ടല്ലോ ഇടല്ലേ, ദൈവത്തിന് കുളിപ്പിച്ചു. നല്ല കാര്യം ചെയ്യാന്ന് വെച്ചപ്പോ
നീ ആ കസേരൊന്ന് പിടിച്ചേ. അച്ഛന്റെ നല്ല മരുമോൻ. പെണ്ണെ കൂടുതൽ കളിയാക്കണ്ട. അതെ, സ്വന്തം ഭർത്താവിനെ കളിയാക്കാൻ അവൾക്കൊരു അവസരം കിട്ടിയതല്ലേ, കളിയാക്കട്ടെ. ആ ജ്യോതിമോളെ, നീ പോയ കട്ടിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി. ആരുടെ മുറിയില്? നിന്റെ മുറിയില്. അല്ല, ആരുടെ മുറിയില്ല? എന്റെ മുറിയിലോ? അതൊന്നും പറ്റില്ല. എന്റെ മുറിയിൽ കിടത്താൻ പറ്റില്ല. അതെന്താ പറ്റാത്തത്? നിന്റെ ഭർത്താവല്ലേ? ഭർത്താവൊക്കെ തന്നെയാ, പക്ഷെ ഞങ്ങളിപ്പോ നല്ല ടേംസിലല്ലോ. അതുകൊണ്ട് അപ്പുറത്തെ മുറിയിലെങ്ങാനും കൊണ്ട് കിടത്തിയാ മതി. കള്ളുകൂടിയ മര കിടത്താനുള്ള മുറി അല്ല എന്റേത്. മിണ്ടരുത്. അഹങ്കാരം പറഞ്ഞ ഒറ്റ അടി വെച്ച് തന്നാലുണ്ടല്ലോ. അവളുടെ മുറി കിടത്താൻ പറ്റത്തില്ലെന്ന്. എന്നെ അറിയാമല്ലോ, മര്യാദക്ക് പറയുന്നേക്ക്. എടി, ഭാര്യയും ഭർത്താവുമ്പോ ഇതുപോലുള്ള പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എല്ലാ ജീവിതത്തിലും ഉള്ളതാ എന്ന് കരുതി ഇങ്ങനെ അവസ്ഥയില് ഭർത്താവിനെ ഉപേക്ഷിക്കുകയാണോ ഒരു നല്ല ഭാര്യ ചെയ്യേണ്ടത്? മര്യാദക്ക് കൊണ്ടുപോയി മുറി കിടത്ത്. അച്ഛനെ ഭീഷണിപ്പെടുത്താ? ശരി ശരി, നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ എന്റെ മുറി കിടത്തേക്കാം. മുറിയൊക്കെ ഞാൻ എനിക്ക് കിടക്കാൻ വേണ്ടി വിരിച്ചിട്ടേക്കും. തന്നെ തന്നെ പിടിച്ചാൽ മതി. മോളെ, ഇതൊക്കെ അങ്ങോട്ട് വെച്ചേ. നിന്നോടാ പറഞ്ഞ ഇതൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ. നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർക്കാൻ ഒരുപക്ഷെ കിട്ടിയ അവസരമായിട്ട് ഇതിനെ കാണണം, മനസ്സിലായോ? ഇനി ഒക്കെ നിന്റെ കയ്യില. നടക്ക് നടക്ക് സുധേട്ടാ, വാ നടക്ക്. ഓ, കിടക്കുന്ന കിടപ്പുണ്ടില്ലേ, മഹാരാജാവാന്ന ഭാവം, കള്ളുകുടിയന്റെ സ്വഭാവവും. അച്ഛൻ പറഞ്ഞിട്ട് പോയ കേട്ടല്ലോ, ദൈവം തന്ന അവസരമാണ് പോലും. എന്നാലും എന്റെ ഹിറ്റ്ലറെ, താൻ എന്ത് തോന്നിയോടെ കാണിച്ചേ? കള്ളുകൂടിയൻ കിടക്കണ കിടപ്പുണ്ടില്ലേ, ഒറ്റ കുത്തു വെച്ചേരും ഞാൻ. അല്ലേ അതെ, ഇങ്ങനെ കിടന്നാ ഞാൻ എവിടെ കിടക്കും? നിങ്ങളുടെ സ്വഭാവത്തിനെ നിങ്ങളെ ഞാൻ നിലത്ത് കിടത്തേണ്ടതാ. ഞാനത് ചെയ്യാത്തത് എന്റെ മര്യാദ. ഇനി ഇങ്ങനെ ഞാൻ എങ്ങനെ നീക്കി കിടത്തും? അമ്മേ, എന്തൊരു ഭാരം! ഈ കുശിനിക്കാരന്റെ ഒരു കാര്യം. അപ്പാ,
ശരി ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ആ അതെ, എന്നെ വിളിച്ച കാര്യം ആരോടും പറയണ്ട കേട്ടോ. ഓക്കെ, എന്നാ ഗുഡ് നൈറ്റ്. ആ അമ്മേ, ഡി കെ വിളിച്ചായിരുന്നോ? ഇല്ല, ആശാലത വിളിച്ചിരുന്നു. അവരെന്തിനാ വിളിച്ചത്? നിങ്ങളുടെ അമ്മായിച്ചന്റെ കാര്യം പറയാൻ വിളിച്ചതാ. ആരുടെ? ഡി കെയുടെ കാര്യോ? ഡി കെയുടെ കാര്യം അവരെന്ത് പറയാനാ? അവനിപ്പോഴേ അവിടെയുണ്ട്, സരോവരത്തില്. അമ്മ എന്താ പറഞ്ഞത്? ഡി കെ സരോവരത്തിലുണ്ടെന്നോ? അതെ, കുടിച്ച് ധർമ്മ വെളിവില്ലാതെ അവിടെ ചെന്നെന്ന് അവര് പറഞ്ഞത്. അമ്മ എന്തായി പറയുന്നേ? ഡി കെ മദ്യപിച്ചെന്നോ? ഡി കെ ഒരിക്കലും മദ്യപിക്കാത്ത ആളല്ലേ? അമ്മ ഇതവര് വെറുതെ കള്ളം പറയുന്ന എനിക്ക് തോന്നുന്നത്. അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ലക്ക് ലകാനും ഇല്ലാതെ വണ്ടി ഓടിച്ച് അവിടെ എത്തി ജ്യോതിയെ മുടിഞ്ഞ് ചീത്തകളിയായിരുന്നെന്നാ പറഞ്ഞത്. അയ്യോ, എന്റെ ഈശ്വര, എന്തൊക്കെയായി കേൾക്കുന്നത്? ജീവിതത്തിൽ ഒരിക്കൽ പോലും മദ്യപിക്കാത്ത ഡി കെ മദ്യപിച്ചെന്നോ? അമ്മേ, ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജ്യോതിയുടെ മുറിയിലാണോ ഡി കെ ഉറങ്ങുന്നത്? ഇതിപ്പോ ഞാനും കൂടെ ഫിറ്റായി പോവല്ലോ. എന്തൊരു നാറ്റം ഇത്. കുറച്ചു ദിവസം ഞാനും ഇങ്ങോട്ട് മാറി നിന്നപ്പോ കള്ളം കുടിച്ചോണ്ട് വന്നിരിക്കല്ലേ? ഇക്കണക്കിന് കുറച്ചു ദിവസം കൂടി മാറി നിന്നാ വീട്ടിൽ ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചോണ്ട് വരുമോ? ശനിക്കാരാ തന്നെ ഞാൻ ഉണ്ടല്ലോ, കാണിച്ചു തരാം ഞാൻ. കാലൊടിഞ്ഞു തോന്നുന്നു. ഒന്ന് മാറ്റി വെക്ക ഹിറ്റ്ലറെ. ഹിറ്റ്ലറെ ഇതിപ്പോ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയല്ലോ. കുശിനിക്കാരാ, കള്ളൂടിയാ ഉറങ്ങുന്ന ഉറക്കം കണ്ടില്ല. തന്നെ ഉണ്ടല്ലോ, നല്ല പുളിവാറ് കൊണ്ട് ചന്തയ്ക്ക് 4 പെട പടയ്ക്കണം. വൃത്തികെട്ട ഹിറ്റ്ലർ. അച്ഛനും അമ്മയ്ക്ക് എന്ത് കരുതി കാണും? മരുമകൻ ദൈവമാണ് പോലും. കള്ളു കുടിക്കുന്ന ദൈവാന്ന് ഇപ്പോഴങ്ങോട്ട് മനസ്സിലായി കേട്ടോ. ഇതെന്തു ഭാവിച്ച? ഇതെന്തൊരു നാണക്കേടായി പോയി. ആ ജ്യോതിക്ക് മുമ്പിൽ തോറ്റുകൊടുത്ത പോലെ ആയിപ്പോയില്ലേ? ജ്യോതി പോയതിന്റെ വിഷമത്തില് കള്ളു കുടിച്ച് അവിടെ ചെന്നതാണെന്ന് അവള് വിചാരിച്ചു കാണും. ഇതിപ്പോ ഡി കെ ജ്യോതിയുടെ മുന്നിൽ തോൽവി സമ്മതിച്ചതുപോലായി. എന്നാലും ഡി കെ മദ്യവെച്ചെന്നൊക്കെ പറഞ്ഞ നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവനിങ്ങ് വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. ഇതുവരെ ജീവിതത്തിൽ അവൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് അവനത് ചെയ്തത്? അപ്പോ അത്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു അവന്റെ മനസ്സിൽ. അമ്മ, ഞാനൊരു കാര്യം പറയാം. നമുക്ക് ഇപ്പൊ തന്നെ അവിടെ ചെന്ന് ഡി കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. അമ്മേ, അത് ശരിയാ. ഈ രാത്രി ഡി കെ അവിടെ കിടന്നുറങ്ങണ്ട. നമുക്ക് അർജുനെ വിളിക്കാം. പെട്ടെന്ന് തന്നെ പോയി ഡി കെ കൊണ്ടുവരാം. ഇവര് പറഞ്ഞതിലും കാര്യമുണ്ടമ്മേ. തൽക്കാലം അത് വേണ്ട.
അവൻ കള്ളു കുടിച്ചിട്ടാണെങ്കിലും കിടക്കുന്നത് ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒന്നും അല്ലല്ലോ. അവന്റെ വൈഫ് ഹൗസിലല്ലേ, അവന്റെ ഭാര്യയുടെ റൂമിലല്ലേ. അപ്പൊ പിന്നെ അവൻ തന്നെത്താൻ എന്നിട്ട് ഇങ്ങ് പോരും. എന്നാലും ഇത് നാണക്കേടല്ലേ അമ്മേ? അവന്റെ നാണക്കേടേ അവൻ തന്നെ അങ്ങ് തീർത്തോളൂ. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും പിള്ളേരെ. ചെല്ല്. ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. എന്താ ഒരു മൂളിപ്പാട്ട്? ആകെ സന്തോഷത്തിലാണല്ലോ രാവിലെ. മനുഷ്യൻ ഒന്ന് നിർത്തുന്നുണ്ടോ? ചൂട് ചായ എടുത്ത് വായിലേക്ക് ഒഴിച്ചിരുന്നു. എടി പോത്തെ സോറി ആശാലതേ, നിനക്കിതുവരെ കഥ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ നീ ചായ എടുത്തൊഴിക്കുമെന്നൊക്കെ പറയുന്നു. സമ്മതിച്ചു. ദാ കുടിക്ക. എടി ഇതേ എനിക്കല്ല തരേണ്ടത്. എന്താ നിങ്ങക്ക് ചായ വേണ്ടേ? ദേ രാവിലെ വാലും തലയില്ലാതെ വർത്താനം പറയല്ലേ മനുഷ്യ. എടി ഇതുപോലെ നല്ലൊരു ചൂട് ചായ എടുത്ത് നമ്മുടെ മരുമോനുകൊണ്ട് കൊടുക്ക്. മരുമോൻ രാവിലെ എഴുന്നേറ്റില്ലല്ലോ. നിങ്ങക്ക് രാവിലെ ഒന്ന് വിളിക്കാറുന്നില്ലേ? എടി ഞാൻ എങ്ങനെയാ അവരുടെ മുറിയിൽ പോയി വിളിക്കുന്നത്? ഞാൻ ഒരു അച്ഛന്. പിന്നെ ഞാൻ പോയി വിളിക്കണമായിരിക്കും. അല്ല പിന്നെ എടി അതല്ലെന്ന്, നീ ചായയായിട്ട് മുറിയുടെ വാതിക്ക് ചെന്നിട്ട് ജ്യോതി മോളെ എന്നൊന്ന് സ്നേഹത്തോടെ വിളിച്ചാ മതി. അപ്പൊ അവൾ ഇറങ്ങി വരും. ഈ ചായ കൊടുത്തിട്ട് നീ പറയണം വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ DKയും വിളിച്ചോണ്ട് പോവാ. നടന്നാ തന്നെ. ഇന്നലത്തെ കോലം കണ്ടില്ലേ? ഇന്ന് ഇനിയിപ്പൊ എന്താവോന്ന് ആർക്കറിയാം. ഇന്നത്തോടെ മിക്കവാറും അവരുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഇന്നലെ രാത്രിയോടെ അവരെല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് പരിഹരിച്ച് കാണും. നമ്മുടെ ജ്യോതി മോളെ പിരിഞ്ഞിരിക്കാൻ വയ്യാഞ്ഞിട്ടല്ലേ അവൻ ഇന്നലെ രാത്രി തന്നെ വന്നത്. നമ്മുടെ മുന്നിൽ വരാനുള്ള ഒരു ചമ്മൽ കൊണ്ടായിരിക്കും രണ്ടെണ്ണം വീശിട്ട് വന്നത്. അതെന്തിനാ നമ്മുടെ മുമ്പിൽ ചമ്മന്നത്? അയ്യോ എടി, അവര് തമ്മിൽ ഇത്രയും വലിയ പിണക്കത്തിലിരുന്നിട്ട് അവളെ കാണാൻ അവൻ ഇങ്ങോട്ട് വരികയെന്ന് വെച്ചാൽ അവൻ ഭാര്യയുടെ മുന്നിൽ തോറ്റു കൊടുത്തെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ ദേവി, അങ്ങനെ ആയാ മതിയായിരുന്നു. അതെങ്ങനെയാ? നിങ്ങളുടെ മോക്ക് അതിനുള്ള മിടുക്കൊക്കെ ഉണ്ടോന്ന് ആർക്കറിയാം? മോളെ എന്റെ ആണെങ്കിലും ശിക്ഷണം നിന്റെതല്ലേ. അതിനുള്ള ഗുണം അവള് കാണിക്കുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ ഇന്ന് അവർ അമരാവതിയിലേക്ക് തിരിച്ചു പോകുന്നത് അവരൊരുമിച്ചായിരിക്കും. നീ നോക്കിക്കോ, DKയ്ക്കും ജ്യോതിക്കും തമ്മിൽ അങ്ങനെ വേർപിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. ഇന്നത്തോടെ എല്ലാം ശുഭമായിട്ട് അവസാനിക്കും. വല്ലാത്ത പണിയായിപ്പോയല്ലോ. ഇവിടുന്ന് നീ എങ്ങനെ രക്ഷപ്പെടും? ആകെ നാണക്കേടായി. രക്ഷപ്പെടാൻ എന്താ ഒരു വഴി?
ആ ഒരു വഴിയുണ്ട്. ഇങ്ങോട്ട് ആക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് ആക്രമിക്കുക. എടി ബേക്കറിക്കാരി,